Hi, welcome to Dr. Skin's new episode of our podcast where we try to understand what psoriasis is all about. We have experts with us who have been treating psoriasis for over a decade. Let us introduce the doctors to you. We have Dr. Shanti John Taragan with more than 12 years experience in dermatology. She's a consultant dermatologist at Dr. Skin. Welcome, Dr. Shanti. And we have with us Dr. Prashant Vennil, who has more than 15 years experience in dermatology. He's a consultant dermatologist with Dr. Skin. Welcome, Dr. Prashant. So, psoriasis is kind of a common skin disease which is prevalent in India. And it says like more than 2% of our population is exposed or is psoriatic. Can you actually just tell us what psoriasis is and how it is seen in patients? Psoriasis is a kind of like a autoimmune condition of the body. എന്ന് വെച്ചാല് അത് നമുക്കൊരു ഡയബറ്റീസ് തൈറോയിഡ് അങ്ങനെയൊക്കെ വരുന്ന പോലെ തന്നെ ഒരു രീതിയാണ്. സോ അതിനകത്ത് നമ്മുടെ സ്കിന്ന് സാധാരണത്തെക്കാട്ടിലും കൂടുതലായിട്ട് അത് വളരുന്ന ഒരു രീതി. ലൈക്ക് സാധാരണ സ്കിന്ന് ഇത്രയും ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും കുറച്ചും കൂടി ദിവസം കുറവ് മതി. ആൻഡ് അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചർ മുഴുവൻ ഇച്ചിരി മാറും. So basically psoriasis ഒരു ഇച്ചി കണ്ടീഷൻ ഒന്നും അല്ല. Particular sites it can be itchy. എങ്ങനെയാണ് ഇത് ആക്ച്വലി പ്രസന്റ് ചെയ്യുന്നത്? ലൈക്ക് എന്ത് കൈൻഡ് ഓഫ് ലീഷൻസ്? ഹൗ ഡു ഐ നോ ദാറ്റ് ദിസ് ഇസ് പ്രോബബ്ലി സോറിയാസിസ്? Psoriasis usually quite a well defined lesion. അതായത് വളരെ നല്ല വ്യക്തതയുള്ള ഒരു ലീഷനാണ് സോറിയാസിന്. കറക്റ്റ് ബോർഡറും ഒക്കെ ഉണ്ട്. അതിന് ചുറ്റിന് ചിലപ്പോൾ അതിനൊരു ചെറിയൊരു ചുമന്ന കളറുള്ള ഹ്യൂ കാണും. അതിന്റെ മേളിൽ ഇങ്ങനെ ഒരു സിൽവർ സ്കെയിലും ഒക്കെ കാണും. പക്ഷെ പൊതുവേ നമ്മൾ കയ്യിലും ദേഹത്തൊക്കെ വരുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ ഒട്ടും കാണത്തില്ല അങ്ങനെ വലുതായിട്ടൊന്നും. ആ ഡ്രൈനെസ് വരുമ്പോൾ ഒരു ചെറിയ ചൊറിച്ചിൽ വരും എന്നല്ലാതെ അൺലെസ് ആൻഡ് അണ്ടിൽ ഇറ്റ്സ് ഇൻ യുവർ പാംസ് ആൻഡ് ഫീറ്റ് ആൻഡ് ഓൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ ചൊറിച്ചിൽ പൊതുവേ കാണാറുള്ളൂ. സോറിയാസിസ് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ അറിയാതെ നമ്മൾ ചൊറിയൊക്കെ ചെയ്താൽ ഇങ്ങനെ ചെറിയ ചെറിയ ചോരയുടെ ബ്ലബ്സ് പോലെ ഇങ്ങനെ വരും. ചെറുതായിട്ട് ചോര പൊടിയുന്ന പോലെ കാണിക്കും സോറിയാസിസിൽ. അതിപ്പോൾ മനസ്സിലാക്കുന്നത് സോറിയാസിസ് ആണെന്ന്. അതിന്റെ ഓസ്പിറ്റ് സൈൻ എന്നൊരു വേർഡ് അതിന് പറയുന്നത്. എന്താ പറയുന്നത്? ഓസ്പിറ്റ് സൈൻ. ഇന്നിപ്പോൾ നമ്മൾ ആക്ച്വലി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് സോറിയാസിസ്. ഇത് എന്താണ് സോറിയാസിസ്? എങ്ങനെയാണ് ഒരാൾക്ക് സോറിയാസിസ് ഉണ്ടെന്ന് അറിയുന്നത്? അതിനെപ്പറ്റി ഒന്ന് ഡോക്ടറിന് സംസാരിക്കാം. ഇത് സോറിയാസിന് പ്രത്യേകിച്ച് കാരണം എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ശരീരം തനിയെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സോറിയാസിസ് പറയുന്നത്. നമ്മൾ ഷുഗറും തൈറോയിഡും ഒക്കെ വരുന്ന പോലെ തന്നെ. അപ്പം അതിന് നമുക്ക് പ്രത്യേകിച്ച് അതിനൊരു കംപ്ലീറ്റ് ഒരു ഡെഡ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പൊതുവെ കാണപ്പെടുന്ന ഒരു വളരെ ഏത് ഏജ് ഗ്രൂപ്പിലും അത് വരും സോറിയാസിസ്. സ്കിന്നിന്റെ വളർച്ചയുടെ സ്പീഡ് കുറച്ചും കൂടെ സാധാരണത്തെക്കാട്ടി കൂടുന്ന ഒരു പ്രക്രിയയാണ് സോറിയാസിസ്. സോ സോറിയാസിസ് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് സോറിയാസിസ് ഉണ്ട്, അതെങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു ലീഷൻ അല്ലെങ്കിൽ ഒരു ചൊറിച്ചിലാണോ, എങ്ങനെയാണ് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് എന്താണ് ഇത് സോറിയാസിസ് ആണെന്ന് മനസ്സിലാക്കാൻ എന്താണ്? സോറിയാസിസ് നമുക്ക് ഇപ്പൊ ചിക്കൻ പോക്സ് വരുന്ന പോലെ എല്ലാവർക്കും ഒരേ രീതിയിൽ ഈ ഡ്യൂ ഡ്രോപ്സ് അല്ലെങ്കിൽ കോമള പോലെ വരണം എന്നില്ല. ഡിഫറെന്റ് പ്രസന്റേഷൻസ് ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി ഒന്നെങ്കിൽ സ്കാൽപ്പിൽ മാത്രം വരാം, അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് പാർട്സിൽ വെച്ചാൽ കക്ഷത്ത്, തൊടയില്, അങ്ങനെ ഇൻവേഴ്സ് സോറിയാസിസ് എന്ന് പറയും. കൂടുതലും കാണുന്ന ക്രോണിക് പ്ലാക്ക് സോറിയാസിസ് ആണ്. അത് സാർ പറഞ്ഞ പോലെ വെൽ ഡിഫൈൻഡ് ഈ ചുമന്ന ഒരു സ്കെയിൽസ് പോലെ സിൽവർ കളർ സ്കെയിൽസ് പോലെ അതിൻ്റെ മേളിലുണ്ടാവും, വിച്ച് നല്ലതായിട്ട് ചൊറിച്ചിലും ഉണ്ടാവും മിക്ക ആൾക്കാർക്കും. അല്ലെങ്കിൽ വേറെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഗട്ടേറ്റ് സോറിയാസിസ് എന്ന് പറയും. ദീസ് ആർ ലൈക്ക് വെരി സ്മോൾ ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ ഇരിക്കും. അത് എസ്പെഷ്യലി നമുക്കിപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ ടോർസോയിലൊക്കെ കുറേ ചെറിയ റെഡ് സ്പോട്ട്സ് പോലെ ഇച്ചി പ്ലാക്സ് വരാം. സോ ഈ ടൈപ്സ് ഓഫ് സോറിയാസിസ്. പിന്നെ സൈറ്റ്സ് അനുസരിച്ച് ചിലവർക്ക് കൈയും കാലിലും മാത്രമായിട്ട് വരാം. ഈ വേസ്റ്റ് ലൈനിൽ നമ്മുടെ ഡ്രസ്സ് ഭയങ്കര ടൈറ്റ് ആയിട്ട് കെട്ടുന്ന സ്ഥലത്ത് സൈറ്റ്സ് ഓഫ് പ്രഷർ അവിടെ മാത്രമായിട്ട് സോറിയാസിസ് വരാം. സോ പല ഏരിയാസിലായിരിക്കും എഫക്റ്റ് ആവുന്നത്. ഈ സോറിയാസിസിനെ നമുക്ക് ഇങ്ങനെ ടൈപ്സ് ഓഫ് സോറിയാസിസ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? ലൈക്ക് അത് എന്തൊക്കെ ടൈപ്സ് ആണ് ഉള്ളത്? ലൈക്ക് അക്കോർഡിംഗ് ടു ദി സിവിയറിറ്റി അതിനെപ്പറ്റി ഒന്ന്. സോറിയാസിസ് നമുക്ക് പല ടൈപ്പ് ഉണ്ട്. ഒന്ന് സോറിയാസിസ് വൾഗാരിസ് എന്ന് പറഞ്ഞിട്ട് വളരെ കോമൺ ആയിട്ടൊരു ടൈപ്പ്, നമ്മുടെ സാധാരണ ശരീരത്തിൽ വരുന്ന വലിയ വലിയ സോറിയാസിസുകൾ. പിന്നെ ഒന്ന് സീബോ സോറിയാസിസ്, സ്കാൽപ്പിൽ വരുന്ന സോറിയാസിസ്, അതൊരു ടൈപ്പ് സോറിയാസിസ്. പിന്നെ പാമോ പ്ലാന്റാർ സോറിയാസിസ് ഉണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞ ഗട്ടേറ്റ് സോറിയാസിസ്, ചെറിയ ചെറിയ സോറിയാസിസ്. ആ സോറിയാസിന് വെച്ച് ചൊറിച്ചിലുള്ള ടൈപ്പ് സോറിയാസിസ് അതിന് മാത്രമേ ഇച്ചിരി ചൊറിച്ചില്ല. അത് യൂഷ്വലി ത്രോട്ട് ഇൻഫെക്ഷൻ്റെ കൂടെ ഒക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു ടൈപ്പ് സോറിയാസിസ്.
പിന്നെ നമുക്ക് വി ഹാവ് സോറിയാസിസ് ഓസ്ട്രേഷ്യസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. ഭയങ്കര കട്ടിയുള്ള പ്ലാക്സ് വരുന്ന സോറിയാസിസ് ഉണ്ട്. അത് ഇച്ചിരി ട്രീറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് സോറിയാസിസ്. ലൈക്ക് ഭയങ്കര കട്ടിയാണ്, അതിന്റെ കല്ല് പോലിരിക്കും ആ സോറിയാസിസുകൾ. ഇൻവേഴ്സ് സോറിയാസിസ് ആ പിന്നെ ഇൻവേഴ്സ് സോറിയാസിസ് ഉണ്ട്, എന്ന് വെച്ചാൽ നേരെ റിവേഴ്സ് വരുന്നത്. സോറിയാസിസ് പൊതുവെ കഷത്തോ അങ്ങനെയൊന്നും വരത്തില്ല, നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലൊന്നും വരത്തില്ല. അപ്പോൾ ചിലത് അങ്ങനെയും വരും, ബാക്കിയുള്ള സ്ഥലത്ത് കാണത്തില്ല. സംടൈംസ് ഓൾസോ ഈ പസ്റ്റുലർ സോറിയാസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, വിച്ച് ഇസ് യു ടു പിക്ക് അപ്പ് ഏർലി. കോംപ്ലിക്കേഷൻസ് കൂടുതലും വരുന്ന ഈ പസ്റ്റുലർ സോറിയാസിസ് ടൈപ്പ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ ഈ സോറിയാറ്റിക് പ്ലാക്സിലകത്ത് തന്നെ ചെറിയ കുരുക്കൾ പോലെ വരും, വൈറ്റ് കളർ പസ് ഡിസ്ചാർജ് പോലെ വരും. പിന്നെ സോറിയാറ്റിക് എർത്രോഡർമ ഒരു കണ്ടീഷൻ ഉണ്ട്, കംപ്ലീറ്റ് ശരീരം മുഴുവൻ സോറിയാസിസ് വരും ഒറ്റയടിക്ക്. മോർ ദാൻ 95% ഓഫ് യർ ബോഡി വിൽ ബി കവർ, 90% മേളിലോട്ട് കവർ ചെയ്യും. സോ അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസാണ്. അതൊക്കെ അഡ്മിറ്റ് ചെയ്ത് തന്നെ ചികിത്സിക്കണം. യു കനോട്ട് ജസ്റ്റ് സെൻഡ് ദ പേഷ്യന്റ് ഹോം. ദേ മൈറ്റ് ഗെറ്റ് അവർ കോംപ്രമൈസ്ഡ്, കാരണം അവർക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് കാണത്തില്ല. ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് തണുക്കും, ചിലപ്പോൾ പെട്ടെന്ന് ചൂടെടുക്കും, അങ്ങനത്തെ ഒരു കണ്ടീഷൻസ് വരും ഈ സോറിയാസിസ്. സോ ദോസ് ആർ കണ്ടീഷൻസ്. ഇപ്പം ഡോക്ടർ പറഞ്ഞ ആ കണ്ടീഷനും ഒക്കെ ദോസ് ആർ വെരി ഡേഞ്ചറസ് സോറിയാസിസ്. സോ യു ഹാവ് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ. ഇതിൽ നമ്മളിപ്പോൾ സംസാരിച്ച ഡിഫറെന്റ് ടൈപ്സിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സ്കാൽപ്പിലുള്ള സോറിയാസിസും പിന്നെ പ്ലാക്ക് സോറിയാസിസും. അതെ, ഇതിനെപ്പറ്റി കുറച്ചും കൂടെ ഒന്ന്. ഇപ്പം സ്കാൽപ്പിൽ വരുന്ന സോറിയാസിസ് ഞാൻ വായിച്ചിട്ടുണ്ട്, ഇറ്റ് ഓഫൺ പീപ്പിൾ തിങ്ക് ഇറ്റ് ഇസ് ഡാൻഡ്രഫ് ആൻഡ് ദെൻ ദേ അണ്ടർഗോ ട്രീറ്റ്മെന്റ്. അങ്ങനെ സംഭവിക്കാറുണ്ടോ, അതോ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഇപ്പം സ്കാൽപ്പില് പ്ലാക്സ് വരുമ്പം എല്ലാവർക്കും നമ്മൾ സ്കിൻ ടെസ്റ്റ് എടുത്തിട്ട് ഡയഗ്നോസ് ചെയ്യുക. ഇറ്റ്സ് മോർ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. ഇപ്പൊ സോറിയാസിസിന് ഈ സ്കാൽപ്പിൽ വരുമ്പം കുറേ കൂടെ തിക്ക് സ്കെയിലി വെൽ ഡിഫൈൻഡ് പ്ലാക്സ് ആയിരിക്കും. നമ്മൾ ഈ ഡാൻഡ്രഫിന് ഭയങ്കര ലൂസ് സ്കെയിൽസ് കാണത്തില്ലേ, അങ്ങനത്തെ ടൈപ്പ് അല്ലായിരിക്കും, കുറച്ചുകൂടെ തിക്ക് പ്ലാക്സ് ഉണ്ടാവും. എന്നിട്ട് കോമൺ മിസ്റ്റേക്ക് വുഡ് പീപ്പിൾ ഡു ഇസ് ആ ഒരു പൊറ്റ ഇളക്കാൻ നോക്കും, ഇങ്ങനെ വലിച്ച് നമ്മൾ ക്ലിയർ ചെയ്യാൻ. യു ട്രൈ ടു ക്ലീൻ യുവർ സ്കാൽപ്പ്. അത് ചെയ്യരുത്, ബിക്കോസ് ഈച്ച് ടൈം നമ്മൾ ആ പൊറ്റ വലിക്കുമ്പോഴത്തേക്കും പിന്നെ അവിടുന്ന് ആ സ്കിൻ പൊട്ടുക, ആൻഡ് ഇറ്റ് ക്യാൻ കോസ് മോർ ഇൻഫെക്ഷൻ. അത് ഒരെണ്ണം സ്കാൽപ്പ്. പെട്ടെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും തലയുടെ ഹെയർ ലൈൻ ഉണ്ട്, ആ ലൈനിന് ഇച്ചിരി താഴെ ചിലപ്പോൾ നിൽക്കും. ചില ടൈപ്പിൽ വരുമ്പോഴത് എക്സ്റ്റെൻസീവ് ആയിട്ട് വരുമ്പോൾ എപ്പോഴും ഇച്ചിരി താഴോട്ട് നിൽക്കുന്ന കാണാം. പിന്നെ മാത്രമല്ല ചെറിയൊരു ചുമന്ന ഹ്യൂ കാണാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അത് ഐബ്രോസിലും വരും അല്ലെ, ഡാൻഡ്രഫ് ചിലപ്പോൾ ഐബ്രോസില് വരാം, നോട്ട് വെരി കോമൺ. നോട്ട് വെരി കോമൺ. ഡാൻഡ്രഫ് ഈ ലൂസ് സ്കെയിൽസ് വരുമ്പോൾ മോർ ഇൻ ഡാൻഡ്രഫ് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ് നമുക്ക് ഈ ഐബ്രോസിലോ ചെവിയുടെ പുറയിലോ മൂക്കിന്റെ സൈഡിലോ അങ്ങനെയൊക്കെ വരും. പിന്നെ ഈ പ്ലാക്ക് സോറിയാസിസ് എന്ന് പറഞ്ഞതും ഭയങ്കര കോമൺ ആയിട്ട് കാണുവാന്ന് പറഞ്ഞല്ലോ, അത് ആ ലീഷൻ എവിടേക്കാ പൊതുവെ കാണാറ്? ബേസിക്കലി എല്ലാം കൈൻഡ് ഓഫ് പ്ലാക്സ് തന്നെ. അതിന് പറയുന്നത് സോറിയാസിസ് വൾഗാരിസ് എന്ന് പറയുന്നത് ആ മോഡൽ പ്ലാക്ക് സോറിയാസിസ് എന്ന് പറയുന്നതാണ്. അത് കോമൺ ആയിട്ട് ബോഡി നോർമൽ ലൈക്ക് ലെഗ്സ്, ഹാൻഡ്സ്, ബോഡിയില് അപ്പർ ബാക്കില്, ലോവർ ബാക്കില്. ഇത് പൊതുവെ സൺ എക്സ്പോഷർ കൊണ്ട് വരുന്നതാണ്. സൺ എക്സ്പോഷർ കൂടുതലുള്ള സ്ഥലത്താണ് കാണപ്പെടുന്നത്, അങ്ങനെ എന്തെങ്കിലും No, nothing. This is more like നമ്മുടെ elbowsല്, kneesല്, then on the trunk, on your extremities, lower back, അവിടെയൊക്കെ. സൺ എക്സ്പോഷർ ആയിട്ട് ഒരു കോറിലേഷൻ ഇൻ ടേംസ് ഓഫ് പ്രസൻസ്. സൺ എക്സ്പോഷർ ആയിട്ട് കോറിലേഷൻ അങ്ങനെ ഇല്ല. അത് ചിലപ്പോൾ സൺ എക്സ്പോഷർ സോറിയാസിനെ കുറയ്ക്കാൻ പോലും ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ വെരി ഹൈ വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ ക്യാൻ അഗ്രവേറ്റ് സോറിയാസിസ്. അത്രേ ഉള്ളൂ. ലൈക്ക് ഇൻ കോൾഡ് കൺട്രീസിലൊക്കെ കൂടാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. ഇത് പറയുമ്പം നമുക്ക് എന്താണ് സോറിയാസിസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ഒരു ബേസിക് എന്തൊക്കെയാന്നുള്ള ആ ഒരു റീസൺസ് ഒന്ന്. ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ഇപ്പം ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവണം എന്നില്ല. ചിലർക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ ആർക്കും തന്നെ സോറിയാസിസ് ഉണ്ടാകാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ഈ ഒരു പ്ലാക്സും കുറേ നാളായിട്ട് ഇച്ചി റെഡ് സ്കിൻ ലീഷൻസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. പിന്നെ ബാക്കി വേറെ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് ജനറ്റിക് അല്ലാണ്ട്? പിന്നെ ഡോക്ടർ പറഞ്ഞാൽ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ നന്നായിട്ടുണ്ട് സോറിയാസിന്. പക്ഷെ അത് ചിലപ്പം വളരെ ഡോർമെന്റ് ആണ്, ശരീരത്തിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുമായിരിക്കും, പ്രത്യേകിച്ച് വെള്ളോട്ട് വരാതെ. പക്ഷെ അതിന് എന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടേഴ്സ് ലൈക്ക് കള്ളു കുടിക്കുക, ഹെവി ആയിട്ട് കള്ളു കുടിക്കുക, ഹെവി ആയിട്ട് സ്മോക്ക് ചെയ്യുക, സ്ട്രെസ് ലെവൽസ്, ഉറക്കമില്ലായ്മ, ഇതൊക്കെ ഇതിനെ ട്രിഗർ ചെയ്യാനുള്ള നല്ല ഫാക്ടേഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സ്ഥിരം രീതികൾ ലൈക്ക് ഇഞ്ച, ചകിരി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കുളിക്കുക, പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മണമുള്ള സോപ്പുകൾ ഉപയോഗിച്ച് കുളിക്കുക, ഇതൊന്നും അത്ര നല്ലതല്ല സോറിയാസിസിന്. അത് ഓൾറെഡി സോറിയാസിസ് ഉള്ള ഒരു പേഷ്യന്റ് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ സ്ട്രോങ് സോപ്സും. അതെ, പക്ഷേ ഇഞ്ചയും ചകിരി ഉപയോഗിക്കണ്ട. കാരണം ഇഞ്ചയും ചകിരി ഉപയോഗിക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് സോറിയാസിസ് വരാറുണ്ട്.
അത് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ അത് ബ്രേക്ക് ഔട്ട് ആവും. ബിക്കോസ് സോറിയാസിന്റെ ഒരു ഫിനോമിനൻ ഉണ്ട്. ഇതിന് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഗോബ്നേഴ്സ് ഫിനോമിനൻ എന്നാ പറയുന്നത്. എവിടെ ഇട്ട് ഒരയ്ക്കുന്നു അവിടെ സോറിയാസ് ആ വഴിക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരയ്ക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ആക്റ്റീവായിട്ട് സോറിയാസിസ് ഉള്ള ഒരു ഏരിയയിൽ ഇഫ് യു ഹാവ് സോറിയാസിസ്, നമ്മളിപ്പോ സ്കേർട്ട് നമ്മുടെ അണ്ടർ സ്കേർട്ട് ടൈറ്റ് ആയിട്ട് കെട്ടുക, അല്ലെങ്കിൽ നമ്മൾ കാലും കൈയൊക്കെ ഇട്ട് അങ്ങ് സ്ക്രബ്സ് ഇട്ട് ഹെവി സ്ക്രബ്സ് ഇട്ട് യു കോസ് എ ട്രോമ. അപ്പൊ മുറിവ് ഉണ്ടാവുമ്പോൾ ആ മുറിവ് ഉണങ്ങുന്ന രീതി ഒരു പുതിയ സോറിയാറ്റിക് പ്ലാക്ക് ആയിട്ട് വരാം. സോ ബേസിക്കലി ജനറ്റിക് റീസൺസിന് ഒരു വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ അങ്ങനെ ഒരു സോറിയാസിസ് ഉള്ള ഒരാളും ഡോമിനന്റ് ആയിട്ട് പുറത്തു വരുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ ആണെങ്കിൽ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ, സോ ബേസിക് വി കൻ പുട്ട് ഇറ്റ് അപ്പ് ആസ് ജനറ്റിക് ആൻഡ് ലൈഫ് സ്റ്റൈൽ ആക്ച്വലി ഇതിനെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോറിയാസിസ് കാണപ്പെടുന്നത് ആണുങ്ങളിലാണോ പെണ്ണുങ്ങളിലാണോ കൂടുതൽ? അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടോ? ഇപ്പം സെക്സ് വൈസ് ചേഞ്ചും ഉണ്ട്. പിന്നെ നമ്മളിപ്പം നമ്മുടെ ഇന്ത്യ സ്റ്റഡീസ് വെച്ച് നോക്കുവാണെങ്കിൽ US-ലാണ് ഏറ്റവും കൂടുതൽ സോറിയാസിസ് കാണുന്നത്. ആൻഡ് സെക്കൻഡ് റാങ്ക് ഇസ് ഇന്ത്യ. ബിക്കോസ് നമുക്ക് അത്രയും ഒരു പോപ്പുലേറ്റഡ് കൺട്രി ആയതുകൊണ്ട് there are many number of patients who have psoriasis. അതിലും നോർത്ത് ഇന്ത്യയിലായിരിക്കും കൂടുതൽ കേസസ് ഉള്ളത്. what you asked about സെക്സ് റിലേഷൻ എന്ന് ചോദിച്ചാൽ ഈ ഒരു മെയിൽസിന് 2 ഇരട്ടി കൂടുതലായിരിക്കും ഫീമെയിൽസിനെ കാട്ടി വരുന്നത്. ഇറ്റ് ഇസ് മോർ പ്രെവലന്റ് ഇൻ മെൻ. സോറിയാസിസ് ആണുങ്ങളിൽ കൂടുതൽ കാണപ്പെടാനായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടോ? പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വെരി ക്ലിയർ വൈ ഇറ്റ് ഇസ്. പക്ഷെ എന്നാലും ആണുങ്ങളിൽ അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, ഹോർമോണിൽ അവരുടെ വ്യത്യാസങ്ങൾ കൊണ്ടായിരിക്കാം പൊതുവെ ഇങ്ങനെ നമ്മൾ കാണപ്പെടാറുണ്ട്. ഇങ്ങനെ ജിമ്മിലൊക്കെ പോകുന്ന ആണുങ്ങൾക്ക് കൂടുതൽ സോറിയാസിസ് വരുന്നതായിട്ട്. മേ ബി ബിക്കോസ് ഓഫ് ദർ ഈ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ഒക്കെ കൂടുതലായിരിക്കും ബൈ പുട്ടിങ് ലിഫ്റ്റിംഗ് ഓഫ് ഓൾ ദീസ് വെയിറ്റ്സും കാര്യങ്ങളും കൊണ്ടൊക്കെ. അതൊക്കെ ഭയങ്കര വൺ ഓഫ് ദ റീസൺസ്. മേ ബി സ്ട്രെസ് ലെവൽസ് കൂടുതലാണ് ആയിരിക്കും. ബിക്കോസ് മേ ബി ബിക്കോസ് ഈ പ്രഷറും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വി തിങ്ക്. പിന്നെ അവരിലാണല്ലോ കൂടുതൽ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഒക്കെ വരുന്നത്. അതുകൊണ്ടായിരിക്കും ആണുങ്ങൾക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് വിശ്വസിക്കുന്നു. ഏജ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഏത് ഏജിലെ പിള്ളേർക്ക് ഉണ്ടാവുമോ കൂടുതൽ? അതോ അങ്ങനെ എന്തെങ്കിലും? സ്റ്റഡീസിലെ 3rd decade to 4th decadeലാണ് ഈ മിഡ് ലൈഫിലായിരിക്കും കൂടുതൽ ഏജ് ഗ്രൂപ്പിൽ ക്രോണിക് പ്ലാക്ക് സോറിയാസിസ് കാണുന്നത്. 30 to 40 ബട്ട് ഓൾസോ ഈ ഒരു ചൈൽഡ്ഹുഡ് സോറിയാസിസും ഉണ്ട്. പിന്നെ അതർ എക്സ്ട്രീം വെച്ചാൽ സീനിയേഴ്സിനും എൽഡർലി പേഷ്യൻസിനും കാണാം. ചിലപ്പോൾ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഈ BP-യുടെ ചില മെഡിസിൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചില ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ അത് കാരണം സോറിയാസിസ് വരാം. അത് കാരണം വരാം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ പേഷ്യന്റിന് സോറിയാസിന്റെ ഒരു കണ്ടീഷൻ ഉണ്ട് ആൻഡ് അത് ട്രിഗർ ചെയ്യുന്നതാണോ ഉദ്ദേശിക്കുന്നത്? അതോ ഫോർ ദോസ് ഇപ്പം BP-യുടെ മരുന്ന് കുറെ നാളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക, ദർ ആർ ടാബ്ലറ്റ്സ് ദാറ്റ് കോസ് സോറിയാസിസ്. എന്നുവെച്ചാൽ പേഷ്യന്റ് നേരത്തെ സോറിയാസിസ് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ 60-70 വയസ്സ് വരെ സോറിയാസിസ് ഉണ്ടായില്ല. അപ്പൊ അവർക്ക് ചിലവര് വരുമ്പോ BP-യുടെ മരുന്ന് കുറെ നാളായിട്ട് കഴിക്കുക, റീസെന്റ് ചേഞ്ച് ഇൻ മെഡിസിൻ, ഈ ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന ചില BP-യുടെ മെഡിസിൻസ് ഉണ്ട്, അത് ട്രിഗർ ചെയ്യാൻ പറ്റും സോറിയാസിസിന്. പുതിയതായിട്ട് സോറിയാറ്റിക് ലീഷൻസ് വരാം അവർക്ക്. സോറിയാസിസ് നമ്മളിപ്പോ ഒരു സ്കിന്നിൽ കാണുന്ന ഒരു അസുഖമായിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അത് സ്കിന്നിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ, അല്ലാണ്ട് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഇതുകൊണ്ട് വരാൻ സാധ്യതയുണ്ടോ? മനസ്സിലാക്കാൻ എളുപ്പം എന്ന് പറയുന്ന ഒരു വിസിബിളും നോട്ട് വിസിബിൾ പ്രസന്റേഷൻ എന്ന് പറയാം. അപ്പൊ വിസിബിൾ ആണ് നമ്മൾ ഈ സ്കിന്നിൽ കാണുന്നത്. നമുക്ക് ഈ വേറെ പ്രസന്റേഷൻ തലയിൽ വരാം, സ്കാൽപ് സോറിയാസിസ്, നെയിൽ സോറിയാസിസ്, ക്യൂട്ടേനിയസ് സോറിയാസിസ് വരാം. ബട്ട് കാണാൻ പറ്റാത്തത് ഈ ആർത്രൈറ്റിസ്, ദാറ്റ് ഇസ് ഇന്റേണൽ ഇൻവോൾവ്മെന്റ്, നമ്മുടെ ജോയിന്റ്സിന്, എൻതസൈറ്റിസ്, ബോൺ പെയിന്, ജോയിന്റ് പെയിന് വർഷങ്ങളായിട്ട് നിൽക്കുന്ന അത് സോറിയാറ്റിക് പ്രസന്റേഷൻ ആയിരിക്കും. അതിനെപ്പറ്റി കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താ ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത്? അങ്ങനെ ഒരു കണ്ടീഷൻ ഇസ് ഇറ്റ് റിലേറ്റഡ് ടു സോറിയാസിസ്? അത് നമ്മളിവിടെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ഒട്ട് തന്നെയുള്ള പെയിനുകൾ തന്നെ ആയിരിക്കും. അതിനും രാവിലെ ഉണ്ടെങ്കിൽ കൈ വിരലുകൾ വേദനിക്കുന്നു, അങ്ങനെ ചിലപ്പോൾ പെരളി വേദനിക്കുന്നു, മുട്ട് വേദനിക്കുന്നു എന്നൊക്കെ വരും. ബട്ട് ഡിഫറൻസ് ഇസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ റൊമറ്റോയ്ഡ് ഫാക്ടർ നെഗറ്റീവ് ആയിരിക്കും, മറ്റേത് പോസിറ്റീവ് ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി. Sometimes patient കുറെ years they have been taking arthritis എന്നുള്ള ട്രീറ്റ്മെന്റ് നോട്ട് നോയിങ് അതൊരു സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആണ്. അപ്പൊ അതിന്റെ ലൈൻ ഓഫ് മാനേജ്മെന്റ് കുറച്ചുകൂടി വ്യത്യാസമായിരിക്കും. അപ്പം കുറെ നാളായിട്ട് ജോയിന്റ് സ്വെല്ലിംഗ്, പെയിൻ ഉണ്ട്, കുറെ മെഡിസിൻസ്, പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നു. ബട്ട് വെൻ യു സ്റ്റാർട്ട് ഓൺ നമ്മുടെ സോറിയാറ്റിക് മെഡിക്കേഷൻ, മെത്തോട്രെക്സേറ്റോ അങ്ങനത്തെ ടൈപ്പ് മെഡിസിൻസ് എടുക്കുമ്പോൾ ഈ ജോയിന്റ് പെയിൻ നല്ലതായിട്ട് കുറയും. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡയഗ്നോസ് ഏർലി ആ ഒരു ജോയിന്റ് പെയിൻ സോറിയാറ്റിക് ആണോ അല്ലെങ്കിൽ. ഈ സോറിയാസിസ് എന്നുള്ള കണ്ടീഷൻ കണ്ടിട്ട് ഇപ്പൊ ചെറിയ രീതിയിൽ വന്നു, ചെറിയ പ്ലാക്സ് വന്നു, നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്തു. ഇഫ് ഇറ്റ് ഇസ് ലെഫ്റ്റ് അൺട്രീറ്റഡ് വേറെ എന്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ പറ്റും?
കുറെ വർഷങ്ങളായിട്ട് ആ ഒരു ചില പ്ലാഗ്സ് വിൽ റിമെയിൻ ഹാസ് 1 or 2 പ്ലാഗ്സ് അങ്ങനെയൊന്നും പറ്റാറില്ല. ചിലവർക്ക് അത് സ്പ്രെഡ് ആവാം, ഇൻക്രീസ് ഇൻ നമ്പർ വരാം, ബോഡി ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും കുറെ നമ്പർ ഓഫ് ലീഷൻസ് പെട്ടെന്ന് കൂടാം. അപ്പൊ ദാറ്റ് സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ ആണ് ഈ 90% നമ്മുടെ ബോഡിയിൽ ഇൻവോൾവ് ആവുന്ന എറിത്രോഡെർമയിലോട്ട് പോവാത്. ട്രീറ്റ് ചെയ്യാണ്ട് നമ്മൾ വിട്ടാല് അത് ദാറ്റ് ഇസ് കോംപ്ലിക്കേഷൻ വിച്ച് ഹാസ് ടു ബി ട്രീറ്റഡ്. ബിക്കോസ് എറിത്രോഡെർമ സ്റ്റേജിലോട്ട് എത്തുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ബോഡിയിലെ കുറച്ച് മെക്കാനിസം, നമ്മുടെ ബോഡിക്ക് ആ ഒരു ടെമ്പറേച്ചർ റെഗുലേഷൻ ആയാലും നമ്മളുടെ കുറെ പ്രോട്ടീൻ ലോസ് വരും, എഡീമ വരാം, അങ്ങനെ കോംപ്ലിക്കേഷൻസ് വരാം. ആൻഡ് ഈ സോറിയാസിന് വന്നിട്ട് ക്ലൈമറ്റ് ആയിട്ട് എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ? ചൂടുള്ള സ്ഥലം അല്ലെങ്കിൽ കടൽ തീരം, തണുപ്പുള്ള സ്ഥലം? എക്സ്പെഷ്യലി തണുപ്പുള്ള സ്ഥലത്ത് ഇത് കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. പക്ഷെ എക്സസീവ് ചൂടും ഇതിനൊരു പ്രശ്നമായിട്ട് മാറാം. കാരണം എക്സസീവ് ചൂട് എന്ന് പറയുമ്പോൾ ശരീരത്തിന് സ്ട്രെസ് പോലെ, വേറെ ലൈറ്റ് അല്ല, ചൂടാണ് പ്രശ്നമില്ല. എക്സസീവ് ടെമ്പറേച്ചർ ഇപ്പം ഉള്ള ഒരാൾ ഭയങ്കരമായിട്ട് ഹെയർ ഡ്രയർ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഫ്ലെയർ അപ്പ് ചെയ്ത് വരാം. സൺ എക്സ്പോഷർ, ടു മച്ച് സൺ എക്സ്പോഷർ ക്യാൻ ഓൾസോ കൺട്രോൾ സൺ എക്സ്പോഷർ മൈറ്റ് റെഡ്യൂസ് സോറിയാസിസ്. പക്ഷെ എക്സസീവ് സൺ എക്സ്പോഷർ ചിലപ്പോൾ കൂട്ടി നിൽക്കും. Extremes of any kind of Extremes of any kind of climate can have an temperature, yeah, Commonly- climate. വിന്റർ ഡ്രൈ ഒരു വെതറില് ഈ കുറെ കൂടുതലാവും. ഇപ്പൊ എക്സിസ്റ്റിംഗ് സോറിയാസിസ് ഉള്ള ഒരു പേഷ്യന്റ് ഒരു തണുപ്പ് സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഹൈഡ്രേറ്റ് ചെയ്യുക സ്കിന്ന്. മേക്ക് ഷുവർ ഇതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് ഇമോളിയൻസ്, മോയ്സ്ചറൈസർ, ലിബറൽ യൂസ്, നല്ലോണം സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യുക. ഇപ്പൊ ഫ്രീക്വന്റ് മോയ്സ്ചറൈസർ എന്ന് പറയും. ഇപ്പൊ രാവിലെ നമ്മൾ ഇട്ട് മോയ്സ്ചറൈസർ ഉച്ചയാകുമ്പോഴത്തേക്കും ഡ്രൈ ആണെങ്കിൽ റീ അപ്ലൈ. കീപ് യൂസിങ് എ മോയ്സ്ചറൈസർ. സർ നേരത്തെ പറഞ്ഞ പോലെ അവോയ്ഡ് ഹാഷ് കെമിക്കൽ, ഹാഷ് സോപ്സ്. ബോഡി ഇട്ട് അങ്ങനെ സ്ക്രബ്സ് യൂസ് ചെയ്യുക, ഷവർ ജെൽസ് യൂസ് ചെയ്യുക, അങ്ങനത്തെ അവോയ്ഡ് ചെയ്യുക. ഇവൻ സോറിയാസിൽ നമ്മൾ എക്സസീവ് ആയിട്ടുള്ള ചൂടുവെള്ളത്തിൽ കുളിക്കുക ഇതൊന്നും നല്ലതല്ല. ഭയങ്കര തണുത്ത വെള്ളത്തിൽ കുളിക്കുക, ഭയങ്കര ചൂടുവെള്ളത്തിൽ കുളിക്കുക. സോറിയാസിന് എപ്പോഴും പറ്റിയ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് സ്ട്രെസ് വരാത്തൊരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാം ക്ലൈമറ്റ്, പ്ലസന്റ് ക്ലൈമറ്റ്. പ്ലസന്റ് ക്ലൈമറ്റ് ജീവിക്കുകയാണെങ്കിൽ അത്രയും വലിയ പ്രശ്നമില്ല. ഞങ്ങളുടെ സോറിയാസിന്റെ എല്ലാ കാര്യവും മേക്ക് എവറിഥിങ് പ്ലസന്റ് ഫോർ യുവർ ബോഡി. സോ ദെൻ തിങ്സ് വിൽ ഗോ സ്മൂത്ത്. എന്തെങ്കിലും ഹാർഷ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ബാഡ്. ആ ട്രിഗേഴ്സ് അവോയ്ഡ് ചെയ്യുക, എക്സസീവ് ചൂട്, എല്ലാം. തണുപ്പ്, വെയില്. ഇപ്പൊ ഈ പറഞ്ഞത് സപ്പോസ് ആക്ച്വലി നമ്മൾ ഈ കൂടുതൽ ഹെയർ ഡ്രയേഴ്സും ഹെയർ സ്ട്രൈറ്റനിങ്ങും അങ്ങനത്തെയൊക്കെ ഉള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ സോറിയാസിസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണോ നമ്മൾ ഹെയർ പറയുന്നത്? സ്ട്രെയിറ്റനിങ് ചെയ്യുവാണെങ്കിൽ ലൈക്ക് ഇഫ് യൂസിങ് കെമിക്കൽസ് ഓൺ യുവർ സ്കാൽപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സോറിയാസിസ് വരാം. വെറാസ് ഇഫ് യു ജസ്റ്റ് ഡു ഇറ്റ് ബിലോ യുവർ സ്കാൽപ്പ് വരത്തില്ല. ആൻഡ് ഇഫ് യു യൂസ് ഹെയർ അയൺ പ്രശ്നമില്ല. പക്ഷെ ഹെയർ എക്സസൈസ് ഡ്രയറോ? ഹെയർ ഡ്രയർ നമ്മൾ സ്കാൽപ്പിൽ ഇട്ട് കൂടുതൽ നേരം ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അത്രയും ചൂട് വരുമ്പോൾ ചിലപ്പോൾ സോറിയാസിസ് ട്രിഗർ ചെയ്യും. അല്ലേ, നോ ട്രിഗറിങ് ഫാക്ടേഴ്സ്. അപ്പൊ ഈ ഹെയറിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ടുള്ള സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് നത്തിങ്. യു ക്യാൻ ഡു വാട്ടെവർ യു വാണ്ട്. So we avoid the scalp in Yeah, exactly. അപ്പൊ ആ ഒരു പോയിന്റില് ഓൾസോ ദാറ്റ് വെൻ യുവർ നമുക്ക് സർ പണ്ട് പറയാറുണ്ട് നമ്മള് സോറിയാറ്റിക് ലീഷൻ നമുക്ക് താരന നല്ല കട്ടിയുള്ള പ്ലാക്സ് തലയിലുള്ളപ്പോ ഇട്ട് അങ്ങ് തോർത്തരുത്. Yeah. ഭയങ്കരമായിട്ട് റഫായിട്ട് സ്കാൽപ്പിൽ റഫായിട്ട് തല ആഞ്ഞ് തോർത്തരുത്, ചീപ്പ് വെച്ച് ആഞ്ഞ് ചെയ്യരുത്, സ്കാൽപ്പില് അങ്ങനെ സ്കാൽപ്പിൽ ആഞ്ഞ് ഒരു രീതിയിലുള്ള സ്കാൽപ്പിൽ തൊടാത്ത രീതിയിൽ ചെയ്യണം. ഓക്കെ. കാരണം ഞാൻ മേലെ എവിടെ ചൊറിയുന്നോ എവിടെ നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്നോ അവിടെ സോറിയാസിസ് ഉണ്ടാവും. അപ്പൊ അതേ പ്രക്രിയ തന്നെ തലയിൽ നടക്കും. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഇപ്പൊ സ്ക്രബ് ഉപയോഗിച്ചുള്ള ഇഞ്ചുറി ഉണ്ടെങ്കിൽ അവിടെ സോറിയാസിസ് ആയിട്ട് വരാനുള്ള ചാൻസ്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലും വേറൊരു ഫണി പാർട്ട് എന്ന് വെച്ചാൽ തലയിൽ ലൈസ് ഉള്ളവർക്ക്, പെയിൻ ഉള്ളവർക്ക്, അവര് തലയിൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വരും സോറിയാസിസ്. കാരണം പെയിൻ ഉള്ളപ്പോൾ തല പറഞ്ഞാൽ ചിലപ്പോൾ പൊട്ടും മുറിവുകളുണ്ടാവും. അങ്ങനെ അതും ട്രിഗർ ചെയ്യും. ഡയറ്റിലും സോറിയാസിസിലും കോറിലേഷൻ ഉണ്ടാവും. സോറിയാസിസ് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. സോറിയാസിസ് പകരുമോ?